ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCG മെട്രിക്സ് ആണ്, അഥവാ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സിനെ കുറിച്ചിട്ടാണ്. സോ നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗിലെ ഒരു ഏരിയ ആണ് ഈ പറയുന്ന BCG മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നമ്മളോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന, എന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബോസ്റ്റൺ കൺസൾട്ടിംഗ് മെട്രിക്സ് ഗ്രൂപ്പ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ കോമൺലി നമ്മൾ എപ്പോഴും അതിനെ പറയുന്ന BCG മെട്രിക്സ് എന്ന് തന്നെയാണ്. മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ മെട്രിക്സ് എന്നും ഗ്രോത്ത് ഷെയർ മെട്രിക്സ് എന്നും വിളിക്കും. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്കറിയാം, പല പ്രൊഡക്റ്റുകൾ ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെട്രിക്സ് ആണ്, അതുകൊണ്ടാണ് ഇതിന് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഷെയറുമാണ്, അതുകൊണ്ടാണ് ഗ്രോത്ത് ഷെയർ മെട്രിക്സ് എന്നൊരു പേര് കൂടി ഉള്ളത്. ആൻഡ് എന്താണ് BCG മെട്രിക്സ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ഇറ്റ്സ് അബൌട്ട് ഒരു ലോങ് ടേമിലേക്ക് നമ്മളൊരു സ്ട്രാറ്റജിക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, എങ്ങനെ, ഏത് സിറ്റുവേഷനിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് നമ്മളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാനിങ് ടൂളായിട്ട് തന്നെ നമുക്ക് എന്തിനെ കണക്കാക്കാം? BCG മെട്രിക്സിനെ കണക്കാക്കാം. സോ വിച്ച് ഇവാലുവേറ്റ് ദ സ്ട്രാറ്റജിക് പൊസിഷൻ ഓഫ് എ ഫേംസ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഓരോന്നിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് എക്സാക്ട്ലി നമുക്ക് ഇതിൻ്റെ ഹെൽപ്പോടുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് ബേസിസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും മറ്റൊന്ന് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും. റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ എന്നാണ് പറയുന്നത്, അതായത് ലീഡറായിട്ട് നിൽക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം മാർക്കറ്റ് ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് പോകുന്നത്. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രൻസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ വരുന്നത് ആരൊക്കെയാണ്? സ്റ്റാർ ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, കൗ ഉണ്ട്, ഡോഗ് ഉണ്ട്. സോ ഇത് ശരിക്കും സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡും ആകാം. ഇപ്പം ഈ പറയുന്ന കൗവിൻ്റെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമ്മളത് കൺഫ്യൂസ്ഡ് ആകും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റാർ ആണ്, അല്ലേ? സ്റ്റാറിൻ്റെ പൊസിഷൻ നോക്കിക്കേ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ഹൈ ആണ്, റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും ഹൈ ആണ്. രണ്ടും ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് സ്റ്റാർ കാറ്റഗറി എന്ന് പറയുന്നത്. കൗവിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ഹൈ തന്നെയാണ്, പക്ഷേ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ലോ ആണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് വരുമ്പോഴോ, റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ലോ ആണ്, പക്ഷെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ആൻഡ് ഫൈനലി ഡോഗിലേക്ക് വരുമ്പോൾ രണ്ടും ലോ ആണെന്നുള്ളതാണ്. മാർക്കറ്റ് ഷെയറും ലോ ആണ്, മാർക്കറ്റ് ഗ്രോത്തും ലോ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ നൗ വിൽ ഡിസ്കസ് അബൌട്ട് ഈച്ച് ഓഫ് ദിസ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർസ്. എന്താണ് സ്റ്റാർസ്? സോ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. ലീഡിങ് പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ സ്റ്റാർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം അവിടെ ശരിക്കും സംഭവിക്കുന്നത്, നിങ്ങൾ ഈ ഒരു ടേബിളിലേക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, അവരുടെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്, അല്ലേ? അതായത് പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ, അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്ന ഒരു സെക്ഷനാണ് സ്റ്റാർ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെ വളരെ ലീഡിങ് പ്രൊഡക്ട്സ് ആയിട്ടാണ് സ്റ്റാർ കാറ്റഗറിയെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ധാരാളം ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റാറിനെ, അതായത് ഇപ്പോൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ധാരാളം ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വീണ്ടും അത് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ പറയുന്ന സ്റ്റാർ കാറ്റഗറിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. സോ stars consume significant amount of cash but also generate large cash flows. Okay, so as the market matures and the product remains successful, star will migrate to become cash cow. അതായത് ഇപ്പോൾ ആ ഒരു സ്റ്റാറിന് അതിന് നേടാൻ പറ്റുന്ന അത്രയും നേടിക്കഴിഞ്ഞാൽ അത് പിന്നീട് എന്തായിട്ട് മാറും എന്നാണ് പറയുന്നത്? അതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ അത് ക്യാഷ് കൗ ആയിട്ട് മാറും. കാരണം അതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, ക്യാഷ് കൗവിലേക്ക് വരുമ്പോൾ ക്യാഷ് കൗവിൻ്റെ മാർക്കറ്റ് ഷെയർ മാത്രമാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും, കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് വെച്ച് നേടാവുന്ന അത്രയും മാർക്കറ്റ് നമ്മൾ നേടി.
അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അല്ലേ, പറ്റുന്ന എത്രയും ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ 1-2 ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കൂടി വന്നേക്കാം. സോ അതിൽ പിന്നെ ഒരു ഹ്യൂജ് ഇൻക്രീസ് വരാനില്ല. പക്ഷേ നിങ്ങൾക്ക് ഷെയർ അതുപോലെ ആ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഉണ്ടായ ഷെയർ നിങ്ങൾക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഒരു സ്റ്റാർ മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് എന്തായിട്ട് മാറും? ക്യാഷ് കൗ ആയിട്ട് മാറും എന്നുള്ളതാണ്. And now, what is this cash cow? എന്താണ് cash cow? So products that is growing slowly and where the products have high market share. മാർക്കറ്റ് ഷെയർ വളരെ കൂടുതലായിരിക്കും, പക്ഷെ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ക്യാഷ് ഇൻഫ്ലോസ് നമുക്കുണ്ടാകും. ഓക്കെ, കാരണം ഇതിലിനി നിങ്ങൾ കൂടുതൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് അത്യാവശ്യം മാർക്കറ്റ് ഷെയർ ഒക്കെ നേടി ഇത് ഇതുപോലെ തന്നെ അങ്ങ് നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർ കാറ്റഗറിയിൽ നടത്തിയ പോലെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്ന ധാരാളം ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടല്ലോ, നമുക്ക് മറ്റ് പർപ്പസിന് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് മറ്റൊരു സ്റ്റാർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ക്യാഷ് ഫ്ലോസ് ജനറേറ്റഡ് ബൈ ക്യാഷ് കൗസ് ആർ ഹൈ
ആൻഡ് ക്യാഷ് ഫ്ലോസ് ഫ്രം ക്യാഷ് കൗസ് ആർ യൂസ് ടു ഫിനാൻസ് സ്റ്റാർസ് ഓർ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ആ പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റാർ ആണ് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ലീഡിങ് പ്രൊഡ്യൂസർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർ ആയിരിക്കില്ലേ കൂടുതൽ ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നതെന്ന് ചിന്തിക്കാം. പക്ഷേ അവിടെ പ്രശ്നം എന്താ, ആ സ്റ്റാറിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ ക്യാഷ് കൗ എന്ന് പറഞ്ഞാൽ അതിന് നേടാനുള്ളതെല്ലാം നേടി, ഇനി ഇത് ഇതുപോലെ അങ്ങ് പൊക്കോളും. അപ്പോൾ അവിടെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നൗ ക്വസ്റ്റ്യൻ മാർക്കിനെ നമ്മൾ പ്രോബ്ലം ചൈൽഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും ആ ഒരു ഡയഗ്രത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് നോക്കിക്കേ. ഇതിൻ്റെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്, പക്ഷേ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ ഒന്നുകിൽ ഇത് സ്റ്റാർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഇത് ഡോഗ് ആയിട്ട് മാറാം. ദാറ്റ് മീൻസ് ഓൾറെഡി ഇവരുടെ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ലോ ആണ് അല്ലേ. അപ്പോൾ ഈ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ നമുക്ക് കൂട്ടാൻ പറ്റിയാൽ അത് എന്തായിട്ട് മാറും, സ്റ്റാർ ആയിട്ട് മാറും. ഇനി ഓൾറെഡി ഇവരുടെ മാർക്കറ്റ് ഷെയർ ലോ ആണ്, ഇനി അതിൻ്റെ കൂടെ അവരുടെ ഗ്രോത്ത് റേറ്റും കൂടെ ലോ ആയി പോയാൽ അത് എന്തായിട്ട് മാറും, ഡോഗ് ആയിട്ട് മാറും. അപ്പം നല്ല രീതിയിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതൊരു സ്റ്റാർ ആയിട്ടും, അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതൊരു ഡോഗ് കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ products which is growing quickly but where the products have low market share. ഇവിടുത്തെ അവർ പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട്, പക്ഷെ അവരുടെ ഷെയർ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ളതാണ്. സോ നമ്മൾ വളരെ കൃത്യമായി വളരെ ഇൻറ്റൻസീവ്ലി മാനേജ്മെൻറ്റ് ആവശ്യമുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു സെക്ഷനാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം നമ്മൾ നന്നായിട്ട് ഇതിനെ ടേക്ക് കെയർ ചെയ്താൽ നമുക്കിതിനെ സ്റ്റാർ ആയിട്ട് മാറ്റാം. നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഡോഗ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ മാനേജീരിയൽ ആക്ടിവിറ്റീസ് ഇവിടെ അത്യാവശ്യമാണെന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, ക്യാഷ് കൗവിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയുള്ളിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്വസ്റ്റ്യൻ മാർക്ക് ആർ ടിപ്പിക്കലി ഫണ്ടഡ് ബൈ ക്യാഷ് ഫ്ലോസ് ഫ്രം ദ ക്യാഷ് കൗ ക്വാഡ്രന്റ്. ഓക്കെ, സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, സ്റ്റാർ ആയിട്ട് മാറ്റാം. ഇനി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഏതൊരു കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്യും, ഡോഗ് കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഫൈനലി BCG മെട്രിക്സ് ഡോഗിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരിക്കലും ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു കാറ്റഗറിയിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബിക്കോസ് ഇവിടെ എല്ലാം ലോ ആണ്. ഈ പറയുന്ന മാർക്കറ്റ് ഷെയറും റേറ്റും ഗ്രോത്ത് റേറ്റും എല്ലാം ലോ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഡോഗ് എന്ന് പറയുന്നത്. Market that is growing slowly and where the product have low market share. So neither generate cash nor require huge amount of cash. ഇവർ പ്രത്യേകിച്ച് ക്യാഷ് ഇൻഫ്ലോസ് ഒന്നും ഉണ്ടാക്കുന്നുമില്ല, ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യവുമില്ല. സോ ആ ഒരു തരത്തിൽ നമ്മൾ പലപ്പോഴും ഇവിടെ എടുക്കുന്ന ഡിസിഷൻസ് ആ ഒരു കാറ്റഗറിയിൽ വന്ന പ്രൊഡക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നിർത്താം. അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണങ്ങളൊന്നും വരാനില്ല. നമുക്ക് മുന്നോട്ട് ഒത്തിരി പോകുമ്പോൾ പിന്നീട് നഷ്ടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ഡോഗ് കാറ്റഗറിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് ഈ പറയുന്ന ഡോഗ് കാറ്റഗറി സംഭവിക്കാനുള്ള സാധ്യതകളെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അതാ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ BCG മെട്രിക്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. സോ ബേസിക്കലി എന്താണ് BCG മെട്രിക്സ്, ഏതൊക്കെയാണ് അതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന 2 ഫാക്ടേഴ്സ്, ആൻഡ് അതിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഓരോ ക്വാഡ്രൻസിൻ്റെയും മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്താണ്, അവരുടെ ബേസിക് ഫീച്ചേഴ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.